ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ. മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അരുമ ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ. മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയ നാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനേ. അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയ നാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനേ. അരുമ ശിഷ്യനായ മാർത്തോമാ. ഇതാര്? അന്യനാട്ടുകാരനാണെന്ന് തോന്നുന്നു. ആ മുഖത്തേക്ക് നോക്കൂ, എന്തൊരു ദൈവിക ഭാവം. കണ്ടിട്ട് ഒരു കച്ചവടക്കാരനാണെന്ന് തോന്നുന്നില്ല. ദാ നോക്കൂ, കക്ഷി നമ്മുടെ അടുത്തേക്ക് വരുന്നു. ആരിത്? ഞാൻ പൗരസ്ത്യ ദേശക്കാരനാണ്. നിങ്ങൾക്കൊരു സദ്വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സദ്വാർത്തയോ? നിങ്ങൾ ആരാണ്? ഞാൻ ഒരു പണിക്കാരനാണ്. കെട്ടിടം പണിക്ക് ആവശ്യമായ എല്ലാ പണികളും എനിക്കറിയാം. ഓ, അപ്പോൾ ജോലി തേടി വന്നതാണല്ലേ? ഇന്നാട്ടിലെ ഒരു നാടുവാഴി അദ്ദേഹത്തിന്റെ കൊട്ടാരം പണിക്കായി എന്നെ ക്ഷണിച്ചു. ദൂരം അധികമായതിനാലും എനിക്കറിയാത്ത സ്ഥലമായതിനാലും ഞാൻ തീരെ വരാതിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ ഗുരു, എന്റെ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ഗുരുവോ? അതാരാണ്? സ്വന്തം ജനങ്ങൾക്കു വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുകയും മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്യുകയും ചെയ്ത ഒരു ദൈവത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല ശേലായി. അങ്ങനെ ഒരാളുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. രക്ഷയുടെ സദ്വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാടുവാഴിക്ക് വേണ്ടി കൊട്ടാരം പണിയാൻ വന്നതല്ല അല്ലേ? ഉവ്, അദ്ദേഹത്തിനു വേണ്ടി അതിമനോഹരമായ ഒരു മാളിക പണിയുകയും വേണം. നിങ്ങൾ ഏതോ ഒരു ഗുരുവിന്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം എവിടെയാണ്? അതിവിദൂരമായ പൗരസ്ത്യ ദേശത്തു നിന്നും. നിങ്ങളെ അദ്ദേഹം തനിയെ വിട്ടത് എന്തിനാണ്? സുഹൃത്തെ, എന്റെ ഗുരുവിന്റെ അനുഗ്രഹമല്ല, അദ്ദേഹം തന്നെ എന്റെ കൂടെയുണ്ട്. എന്താണ് ഈ പറയുന്നത്? അതെ, അന്ധകാരത്തിന്റെ നിഴലിലിരിക്കുന്ന സത്യദൈവത്തെപ്പറ്റി ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സത്യത്തിന്റെ വഴി കാണിക്കാൻ വേണ്ടിയാണ് എന്റെ ഗുരു എന്നെ അയച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തുട്ടാണ് ഈ പറയണത്? ശുദ്ധപോഷത്വം. സുഹൃത്തെ, ഞാൻ ഒന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. മുഴുവൻ കേൾക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയൂ. ഗ്രഹിച്ചാലോ നിങ്ങൾ പിന്നെ ആ വഴിയെ മാത്രമേ നടക്കുകയുള്ളൂ. നീണാൾ വാഴട്ടെ, പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ, പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ, പൊന്നുനാൾ വാഴട്ടെ, പൊന്നുതമ്പുരാൻ നീണാൾ 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 വാഴട്ടെ,
നിങ്ങൾ ഒരു അപരിചിതനാണല്ലോ. അതെ പ്രഭു, ഞാനൊരു വിദേശിയാണ്. ഞാൻ ഒരു കൊത്തുപണിക്കാരൻ കൂടിയാണ്. ഓഹോ, അങ്ങനെയെങ്കിൽ എനിക്കൊരു പുതിയ കൊട്ടാരം പണിയണമെന്നുണ്ട്. കൊത്തുപണി മേൽത്തരമായിരിക്കണം കേട്ടോ. ഉവ്വ് പ്രഭു. എവിടെയാണ് തങ്ങൾക്ക് വേണ്ടി ഞാൻ ആ കൊട്ടാരം പണിയേണ്ടത്? ദാ ആ കാണുന്ന പുഴയുടെ തീരത്ത്. ആരെവിടെ? പ്രഭോ, പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. പൊന്നുതമ്പുരാൻ നീണാൾ വാഴട്ടെ. രാജാവേ, താങ്കൾക്കുള്ള മനോഹരമായ ഒരു മാളിക ഞാൻ പണിതു കഴിഞ്ഞു. ഇഹത്തിലല്ല, പരത്തിൽ. രാജാവ് ഇതറിയുമ്പോൾ സന്തോഷിക്കുകയില്ലെന്ന് മാത്രമല്ല, എനിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യും. ഗുരുവേ, ഗുരുവേ, എന്നെ സുഖപ്പെടുത്തിയാലും. ഗുരുവേ, അങ്ങയുടെ ദൈവമായ കർത്താവിന് എന്റെ ഈ മുടന്തു മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സഹോദര, നീ പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ? ഉവ്വ് ഗുരു. എങ്കിൽ ദൈവമായ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ. എന്റെ നാഥനും കർത്താവുമായ ദൈവമേ, ബലഹീനനും അയോഗ്യനുമായ എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നു. നന്ദി കർത്താവേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ തട്ടി അല്പം പൊങ്ങി കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ ഇവിടുന്ന് മാറ്റാമായിരുന്നു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തിരമാല ആഞ്ഞടിക്കുമ്പോൾ വെള്ളം അടിച്ചു കയറി ഞങ്ങളുടെ വീടുകൾ നാശമുണ്ടാകുന്നു. നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇവിടെ നിന്ന് മാറ്റി ഒരു ഉയർന്ന തിട്ടയുണ്ടാക്കിയാൽ വെള്ളം അടിച്ചു കയറുന്നത് തടയാമായിരുന്നു. ഇനി വെള്ളം ഈ തൂണിനപ്പുറത്ത് വരരുത്. ഇനി വെള്ളം അടിച്ചു കയറി നിങ്ങൾക്ക് ശല്യം ഉണ്ടാകില്ല. സത്യദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ നിങ്ങൾ ആശ്രയിക്കുന്നു. ദൈവം സ്നേഹമാണ്. അന്ധവിശ്വാസങ്ങളുടെ അന്ധകാരത്തിൽ നിന്നും ഈ ദേശവാസികളെ പ്രകാശത്തിലേക്ക് ആനയിക്കാനാണ് എന്റെ നാഥൻ എന്നെ ഇവിടേക്ക് അയച്ചത്. നിങ്ങൾ ഒരു സത്യദൈവത്തെ പറ്റി എപ്പോഴും പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ഇതെങ്ങനെ വിശ്വസിക്കും? മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും പുത്രൻ സ്വജീവൻ ഹോമിച്ച് മാനവകുലത്തെ രക്ഷിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള ഒരു ദൈവത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ദയവായി നിങ്ങളൊന്ന് തെളിച്ചു പറഞ്ഞു തരാമോ? സ്നേഹനിധിയായ ആ ദൈവത്തെപ്പറ്റി പറയുവാനാണ് ഞാൻ ഇത്ര ദൂരം താണ്ടി വന്നത്. ദൈവം എന്തിനാണ് സുപുത്രനെ ബലി കഴിച്ചത്? മരിച്ച ദൈവപുത്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ദേ, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട. കൂടുതൽ പറഞ്ഞ് ആളുകളെ തിരിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. നോക്കൂ സഹോദരങ്ങളെ, തന്റെ ജീവൻ കുരിശിൽ ഹോമിച്ച ദൈവപുത്രൻ 3-ാം ദിവസം വിജയശ്രീ ലാളിതനായി ഉയർത്തെഴുന്നേറ്റു. നമുക്കായി അടയ്ക്കപ്പെട്ടുപോയ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരികയും ചെയ്തു. സത്യമാർഗത്തിൽ ചരിക്കുവിൻ, അതിനായി നിങ്ങൾ സത്യദൈവത്തെ അറിയുവിൻ. അദ്ദേഹം പറയുന്ന ആ ദൈവത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ പേർ വിശ്വസിക്കുന്നു. ജലത്താൽ അദ്ദേഹം അവരെ സ്നാനം ചെയ്യുന്നു. ശരിയാണ്. ഇതിൽ സത്യമില്ലെങ്കിൽ ഇത്രയേറെ പേർ ആ മതത്തിലേക്ക് ആകർഷിക്കപ്പെടുമായിരുന്നില്ല. ഇല്ലില്ല, ഇയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണ്ട. ഈ പോക്ക് പോയാ ഈ ദേശക്കാരൻ മുഴുവൻ മതം മാറി ക്രിസ്ത്യാനികളാകും. ഇയാളെ ഇങ്ങനെ വിട്ടുകൂടാ. നമ്മൾ അയാളെ ദ്രോഹിക്കുന്നത് എന്തിന്? ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നന്മകൾ മാത്രമേ അയാൾ ചെയ്യുന്നുള്ളൂ. കഷ്ടം. ഇതാണോ നന്മ?
നമ്മുടെ പൂർവികരുടെ വിശ്വാസത്തിനെതിരെയാണ് ഇയാൾ വാൾ ഉയർത്തിയിരിക്കുന്നത്. നോക്കുക, നമ്മുടെ വിശ്വാസം സത്യമായിരുന്നില്ല. ആ തിരിച്ചറിയലല്ലേ മതമാറ്റം നടന്നിട്ടുള്ളത്. അയാൾ ആ ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത്. പല രാജകുടുംബങ്ങളും അനേകം ബ്രാഹ്മണരും അയാളുടെ വാക്കുകൾ വീണ് മതം മാറി. അയാൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് അയാൾ മാറിക്കളയുമോ? നമുക്ക് അയാളെ വാക്കവരത്തിയേ പറ്റൂ. എന്റെ നാഥനും കർത്താവുമായ യേശുവേ, അങ്ങെന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. എനിക്ക് അവിടത്തോട് ചേരുവാൻ സമയമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങിൽ വിശ്വസിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ.